നമ്മളിന്ന് പറയാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രീൻ്റെ വളരെ ഫണ്ടമെൻ്റലായിട്ട് പറയുന്ന കാര്യമാണ്. അതിനെ നമ്മൾ പറയുന്നത് നെറ്റ്സ് ആൻഡ് ബോൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. ലെറ്റ്സ് സ്റ്റാർട്ട്. എങ്ങനെയാണ് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ പഠിക്കണം, അതിൽ നമ്മൾ യൂഷ്വൽ വേയിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാണാപ്പാഠം പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓർഗാനിക് കെമിസ്ട്രി ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അതിന് ഒരുപാട് മെക്കാനിസം കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണാപ്പാഠം പഠിക്കരുത്. അപ്പൊ ഇതിന്റെ റൈറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിപ്പോ നിങ്ങളോട് ഒരു കൺസെപ്റ്റ് പറഞ്ഞു. അതായത് ബോർ മോഡൽ, പ്രകൃതിയിൽ തേനീച്ച പൂവിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്ത് അവസാനം തേനെടുക്കാൻ അതിന്റെ പൂവിലേക്ക് വീഴുന്നത്, അത് ന്യൂക്ലിയസിൽ തേനീച്ച ഇലക്ട്രോൺ ആണെങ്കിൽ പൂവിന്റെ സെന്റർ ന്യൂക്ലിയസ് ആണെങ്കിൽ അവസാനം ഈ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ വന്ന് വീഴുന്നത്. ഇത് നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താം. അപ്പൊ ഒരിക്കലും നമ്മൾ അത് മറന്നു പോകുന്നില്ല. അപ്പൊ ഒരു മോഡൽ ബേസിസിൽ നമ്മൾ ഇതിനൊക്കെ പഠിക്കാം. ഓക്കെ, അതാണ് ഇതിന്റെ ഓർഗാനിക് കെമിസ്ട്രീന്റെ റൈറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിലോട്ട് വരും. നമുക്ക് എന്താണ് ഇതിൽ ഓർഗാനിക് കെമിസ്ട്രിക്ക് ഒരു കോർ കൺസെപ്റ്റ് ഉണ്ട്, അതിലോട്ട് നമ്മൾ വരും. ഓക്കെ, നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, എനിക്ക് 4 കൈയുണ്ട്. ആര് പറയാണ്? കാർബൺ പറയാണ്. കാർബണ് 4 കൈയാണുള്ളത്. അതായത് 4 വാലൻസി കാർബണ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ പല മോളിക്യൂളും നമ്മൾ എഴുതാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ബ്യൂട്ടൈൻ എഴുതി, CH3 CH2 CH2 CH3, ഇറ്റ്സ് ബ്യൂട്ടൈൻ, റൈറ്റ്? നമ്മളിപ്പോ ഹയർ സ്റ്റഡീസിനോട് പോവാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി ക്ലാസ്സുകളിൽ നിങ്ങൾ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന CH3 CH2 CH2 ഈ രീതിക്കാണ്. പക്ഷെ നമ്മൾ PG ലെവലില് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഴുതിയ സാറന്മാർ ബോർഡുമേൽ ഇങ്ങനെ വരകളെ മാത്രം ഉണ്ടാവും. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വരകൾ എന്ന് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ നിൽക്കില്ല, ഒൺലി വരകൾ. നോക്കൂ, ഇതിന്റെ ബോണ്ട് ലൈൻ നിങ്ങൾ ഓൾറെഡി +1 പഠിച്ചിട്ടുണ്ടാകും. ഡിഫറെന്റ് റെപ്രസെന്റേഷൻ, അതിൽ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല, അതുപോലെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇതിന്റെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ആണ്. ഇത് എന്തിനാ ഇയാൾ ഇങ്ങനെ സിഗ്സാഗ് മാനറിൽ വരച്ചത്? ഇതെന്താ നേരെ വരച്ചത്? അതിനൊരു മീനിങ് ഉണ്ട്. നോക്കൂ, ടെർമിനൽ എല്ലാം CH3 ആയിരിക്കും, എല്ലാ ബെൻഡുകളും CH2 ആയിരിക്കും. അപ്പൊ നോക്കണേ, CH3 റൈറ്റ്, ബെൻഡ് CH2, ബെൻഡ് CH2 CH3. അപ്പൊ ഇങ്ങനെ സിഗ്സാഗ് മാനറിലാണ് നമ്മൾ ഈ ബോണ്ട് ലൈൻ റെപ്രസെന്റ്. ഇറ്റ് ഈസ് എക്കണോമിക്കൽ ഡ്രോയിങ്. അതായത് നിങ്ങളുടെ പെന്നിലെ മഷി നിങ്ങൾക്ക് ലാഭിക്കാം, അല്ലെ? CH3 എഴുതുന്ന നേരത്തോടെ നിങ്ങൾക്ക് ഈ വര വരച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾക്ക് പെന്നിലെ ഓർഗാനിക് കെമിസ്ട്രി എന്താണ്, എക്കണോമിക്കൽ വേയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് പ്രത്യേകം മനസ്സിലാക്കുക. കാരണം ഇനി നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനും ബോർഡിൽ ഇങ്ങനത്തെ വരകളായിരിക്കും അഡോപ്റ്റ് ചെയ്യുക. ഏത് സമയം CH3 CH2 എന്ന് എഴുതാൻ ശ്രമിക്കില്ല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ. അത് ആദ്യമേ മനസ്സിലാക്കുക. ബോണ്ട് ലൈൻ റെപ്രസെന്റേഷനിൽ ഇവിടെ CH3 എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ CH3 ഉണ്ട്, അല്ലെ? ഇവിടെ CH2 എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ CH2 ഉണ്ട്, ഇവിടെയും CH2 ഉണ്ട്, ഇവിടെ ടെർമിനലിൽ CH3 ഉണ്ട്. ഓക്കെ, റെഡി? ഇതാണ് ആ കാര്യം. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, റൈറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് മെമ്മറൈസേഷൻ അല്ല. മെമ്മറൈസേഷൻ റോങ് സ്ട്രാറ്റജിയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് മെക്കാനിസങ്ങളൊക്കെ പഠിക്കാനുണ്ട് ഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ ഇത് മെമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ എന്താണ് മെക്കാനിസം? മെക്കാനിസം ഈസ് നത്തിങ് ബട്ട് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. മെക്കാനിസം ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ വരയെ കുറിച്ചുള്ളത് ഒരു എക്സാക്ട് മീനിങ് ആണ്. ഓക്കെ, നോക്കണേ, ഇവിടെ നിങ്ങൾ ഓൾറെഡി ന്യൂക്ലിയോഫൈൽ എന്താ, ഇലക്ട്രോഫൈൽ എന്താ എന്നൊക്കെ +1 ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. ഫൈൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ആള്, ന്യൂക്ലിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനോട് ഇഷ്ടമുള്ള ആള്. അപ്പൊ നിങ്ങൾക്കറിയാം ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് അല്ലേ? അപ്പൊ പോസിറ്റീവ് ചാർജിനോട് ഇഷ്ടമുള്ള ആൾക്ക് എന്ത് ചാർജ് വേണം? നെഗറ്റീവ് ചാർജ് വേണം, റൈറ്റ്? അപ്പൊ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഉള്ള ആനയോണോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ലോൺ പെയർ ഉള്ള ന്യൂട്രൽ മോളിക്യൂളോ, മൊത്തത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. ന്യൂക്ലിയോഫൈൽ ഈസ് എ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. ഇവിടെ NU 2 ഡോട്ട് ഒരു ഇലക്ട്രോൺ കൊടുത്തു, ഒരു ചാർജ് കൊടുത്തു. ഇതിന്റെ മീനിങ് ഈ ന്യൂക്ലിയോഫൈലിന് ഒരു ഇലക്ട്രോൺ എക്സസ് ആണ് എന്നാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു, ഇവിടെ 2 ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണ്. നോ,
ഒരു നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി 1 ഇലക്ട്രോൺ, അതായത് ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ ആക്സസ് ഉള്ളത്. ഓക്കെ, അപ്പം ബേസിക്കലി ന്യൂക്ലിയോഫൈൽ ഈസ് ആൻ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. ഇനി അടുത്തൊരു ടെർമിനോളജിയാണ് ഇലക്ട്രോഫൈൽ, റൈറ്റ്? ഇലക്ട്രോണിനോട് ഇഷ്ടമുള്ള ആൾ, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവിനോട് ഇഷ്ടമുള്ള ആൾക്ക് പോസിറ്റീവ് ചാർജ്. സോ ഇലക്ട്രോഫൈൽ ഈസ് എ പോസിറ്റീവ് ചാർജ്ഡ് സ്പീഷീസ്. അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണ്. അപ്പൊ ന്യൂക്ലിയോഫൈൽ അയാൾ പൈസക്കാരനാണ്, റൈറ്റ്? ഇലക്ട്രോഫൈൽ ഈസ് എ പാവപ്പെട്ട സാധുവാണ്. സ്വാഭാവികമായിട്ട് പൈസ, ക്യാഷ് ആർക്കാ കൊടുക്കുക? പൈസക്കാരന്, പാവപ്പെട്ടവനാ കൊടുക്കുക. സോ ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ ഫ്രം റിച്ച് സ്പീഷീസ് ടു പുവർ മാൻ, റൈറ്റ്? അതുപോലെ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈൽ, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണ് ഇലക്ട്രോഫൈൽ. So electron movement should from electron rich nucleophile to electron deficient electrophile. This is the soul of a mechanism. ഒരു മെക്കാനിസത്തിന്റെ സോൾ എന്ന് പറയുന്നത് ഇതാണ്, ഈ ആരോ ആണ്. നോക്കണേ, ഞാൻ ഈ ആരോ സ്റ്റാർട്ട് ചെയ്തത് ന്യൂക്ലിയോഫൈലിൽ നിന്നാണ്, അത് അവസാനിക്കുന്നത് ഇലക്ട്രോഫൈലിൽ നിന്നാണ്. അതിന്റെ മീനിങ് ന്യൂക്ലിയോഫൈലിൽ നിന്നും ഇലക്ട്രോഫൈലോട്ട് മൂവ് ചെയ്തു. ദെയർബൈ അവർ തമ്മിൽ ഒരു ബന്ധം സ്ഥാപിച്ചു. പൈസക്കാരന് അല്ലെ ഒരു കടം, ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ആജീവനാന്തം ഒരു ബന്ധവും ഇല്ലാതാവുകയാണോ? ഒരു ബന്ധവും ഇല്ലാതെ അവർ പുതിയ ബന്ധം ഉണ്ടാക്കുകയാണ്. കാരണം ഒരാൾ കടം കൊടുത്ത ആൾക്ക് അതെപ്പോഴും തിരിച്ചു വാങ്ങാനുള്ള ടെൻഡൻസി, അതായത് അയാൾക്കൊരു പോസിറ്റീവ് ചാർജ്, അല്ലെ? കടം സ്വീകരിച്ച ആള് അയാൾക്ക് എപ്പോഴും തിരിച്ചു കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി, അയാൾക്ക് ഒരു നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോ അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോ ഇവര് തമ്മിൽ ഒരു ബന്ധം വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അതുപോലെ ഇവിടെ ന്യൂക്ലിയോഫൈലിൽ നിന്നും ഇലക്ട്രോഫൈലിലോട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും, റൈറ്റ്? അപ്പൊ ഈ ആരോ ഇടുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ആരോ തുടങ്ങിയത് എവിടെയാണോ അവസാനിക്കുന്നത് അവർ തമ്മിൽ പുതിയൊരു ബോണ്ട്. അപ്പൊ ഇവിടെ ഒരു പുതിയ ബോണ്ട് വന്നേ. അപ്പൊ നോക്കണേ, ഈ ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺ ആണ്. ആ 2 ഇലക്ട്രോണ്, ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയോഫൈലിന്റെ ഭാഗത്തും ഒരു ഇലക്ട്രോൺ ഇലക്ട്രോഫൈലിന്റെ ഭാഗത്തും നമ്മൾ കോവാലന്റ് ബോണ്ട് പറയുന്ന സമയത്ത് അതെങ്ങനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഇറ്റ്സ് ഡിപ്പെൻഡ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ ഞാൻ വളരെ ശക്തമായിട്ട് ആണയിട്ട് നിങ്ങളോട് ഞാൻ 2 രീതിക്ക് പറയാണ്. ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു, പലപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഈ ആരോന്റെ വര. ഓക്കെ, ന്യൂക്ലിയോഫൈലിൽ നിന്ന് ഇലക്ട്രോഫൈലിലോട്ടാണ് നമ്മൾ ആരോ വരയ്ക്കേണ്ടത്. അത് പലപ്പോഴും ഇലക്ട്രോഫൈലിൽ നിന്ന് ന്യൂക്ലിയോഫൈലിലേക്ക് വരയ്ക്കാറുണ്ട്. അത് തെറ്റാണ്. ശരിയായ രീതി ഇലക്ട്രോൺ റിച്ച് സ്പീഷീസിൽ നിന്നും ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസിലോട്ടാവും. നിങ്ങൾക്ക് എന്തോ കാണാതെയോ നിങ്ങൾക്ക് കേൾക്കാതെയോ ഒക്കെ വരുന്ന സമയത്ത് മൈക്ക് എന്താക്കുക, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ന്യൂക്ലിയോഫൈലിൽ നിന്ന് ഇലക്ട്രോഫൈലിലോട്ടാണ് എന്ത് ചെയ്യുക, ഇലക്ട്രോൺ മൂവ് ചെയ്യുക. അത് ആരോ ഇടുന്നതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇതാണ് റൈറ്റ് സ്ട്രാറ്റജി. ഓക്കെ, അങ്ങനെ മൂവ്മെന്റ് നടന്നു കഴിഞ്ഞാൽ അതൊരു റിയാക്ഷൻ ആയിരിക്കും. ആ റിയാക്ഷന്റെ ഫലമായി ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. ആ പ്രോഡക്റ്റിൽ പുതിയ ഒരു ബോണ്ടാണ് ഫോം ചെയ്യുക. ഓക്കെ, റെഡി? ഇനി എന്തൊക്കെയാണ് ന്യൂക്ലിയോഫൈൽ, എന്തൊക്കെയാണ് ഇലക്ട്രോഫൈൽ എന്നൊന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയുന്നുള്ളൂ. നോക്കൂ, ന്യൂക്ലിയോഫൈൽ ജനറൽ ആയിട്ട് NU- എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്, റൈറ്റ്? അതിൽ എന്താണ് ആനിയോൺസ് വരും, ദാറ്റ് ഈസ് കാർബാനിയം. ഇതിപ്പോ ഒരു ഹാലജൻ ആണ്, ഇത് OH- ആണ്, Cl- ആണ്, റൈറ്റ്? ഇങ്ങനെ നെഗറ്റീവ് ചാർജ് സ്പീഷീസ് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. നമുക്കറിയാം അവർക്ക് ഇലക്ട്രോൺ എക്സസ് ഉണ്ട്, അവർക്ക് ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു റിയാക്ഷനിൽ മെക്കാനിസം കാണിക്കുന്ന സമയത്ത് ആരോ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇവരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആരോ ഇവരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, റൈറ്റ്? X- ഇവിടെ ഇയാളിൽ നിന്ന് ആരോ തുടങ്ങണം, OH-ൽ നിന്ന് ആരോ സ്റ്റാർട്ട് ചെയ്യണം, Cl- നിന്ന് ആരോ സ്റ്റാർട്ട് ചെയ്യണം, റൈറ്റ്? അതാണ് ന്യൂട്രൽ മോളിക്യൂൾ വിത്ത് ലോൺ പെയർ ഇലക്ട്രോൺ, H2O, NH3, അതുപോലെ തന്നെ ഈതർ. നമുക്കറിയാം ഓക്സിജന് 2 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്, നൈട്രജന് 2 ലോൺ പെയർ ഉണ്ട്. ഓക്സിജൻ ഫാമിലി, ഓക്സിജൻ എന്ന് പറയുന്ന ഫാമിലി, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, അല്ലെ? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്, അല്ലെ? അപ്പൊ ഇവർക്കൊക്കെ ആ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ 2 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാവും. നൈട്രജന് 1 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ, ഈതറിന് 2, ഓക്സിജൻ ആയതുകൊണ്ട് 2 ലോൺ പെയർ ഉണ്ടാവും. സോ ദേ ആർ ചാർജ്ലെസ്
ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺ, ലോൺ പെയർ ഉണ്ട്. അതുകൊണ്ട് ഈ ലോൺ പെയർ ഇലക്ട്രോൺ റിച്ച് സൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അവർക്ക് ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോ മെക്കാനിസം നിങ്ങൾ പറയുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ആരോ സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ നിന്നാണ് ആരോ സ്റ്റാർട്ട് ചെയ്യുക, റൈറ്റ്? കാരണം ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആയതുകൊണ്ട് നിങ്ങളുടെ ആരോ മെക്കാനിസത്തിൽ നിന്ന് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതർ ദാൻ ദിസ് പൈ ബോണ്ട്, നമുക്കറിയാം പൈ ബോണ്ട് റിയാക്റ്റീവ് ആണ്, അതൊരു ഇലക്ട്രോൺ റിച്ച് സൈറ്റ് ആണ്, റൈറ്റ്? അപ്പൊ പൈ ബോണ്ടിന് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ന്യൂക്ലിയോഫിലിക് സെന്റർ ആയിട്ടും അതിന് ഇലക്ട്രോഫിലിക് സെന്റർ ആയിട്ട് രണ്ട് രീതിയിൽ അതിന് ആക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഓരോ റിയാക്ഷനിൽ നമുക്ക് മനസ്സിലാക്കും. ഇപ്പൊ ജനറലി നിങ്ങൾ മനസ്സിലാക്കുക പൈ ബോണ്ട് ഈസ് എ ഇലക്ട്രോൺ റിച്ച് സൈറ്റ്. ഓക്കെ. പിന്നെ ചില റെയർ കേസിൽ ഇപ്പൊ ഇത് BH4- ആണ്. നിങ്ങൾക്ക് അറിയാം BH3 എന്ന് പറയുന്നത് ന്യൂട്രൽ മോളിക്യൂൾ അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന ന്യൂട്രൽ മോളിക്യൂൾ ആണ്. അതിലൊരു ഹൈഡ്രൈഡ് വന്നിട്ടാണ് അത് BH4- ആയത്. ഹൈഡ്രൈഡ് H+ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ആണ് അല്ലെ? ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് പ്രോട്ടോൺ. ഹൈഡ്രജന് നെഗറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രൈഡ് അയോൺ എന്ന് പറയുന്നത്, റൈറ്റ്? ഹൈഡ്രൈഡില് ഹൈഡ്രജൻ എന്ന് അറിയാം നമുക്ക് ഒരു ഇലക്ട്രോൺ ഉള്ളത്, ഹൈഡ്രജന് സിംഗിൾ ഹൈഡ്രജന്, റൈറ്റ്? അപ്പോ H+ ഒറ്റ ഇലക്ട്രോണും ഇല്ല, അപ്പൊ H- 2 ഇലക്ട്രോൺ ഉണ്ടാവും, റൈറ്റ്? അപ്പൊ ഈ ഒരു BH4 എന്ന് പറയുന്ന സ്പീഷീസിൽ നിന്ന് ഈ നോക്കൂ, BH എന്ന് പറയുന്ന ഈ ബോണ്ടിൽ നിന്നാണ് ആരോ സ്റ്റാർട്ട് ചെയ്തത്. അതിനൊരു എക്സാക്ട് മീനിങ് ഉണ്ട്. ആ ബോണ്ടിൽ നിന്ന് ആരോ സ്റ്റാർട്ട് ചെയ്താന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? ആ ബോണ്ടിലുള്ള 2 ഇലക്ട്രോണും കൂടെ പോകുന്നുണ്ട്, അതായത് അത് H- ആയിട്ടാണ് പോകുന്നത്. അത് മെക്കാനിസത്തിൽ H- ആയിട്ടാണ് പോകുന്നത് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ബോണ്ടിൽ നിന്നാണ് ആരോ സ്റ്റാർട്ട് ചെയ്തത്, അതായത് ആ ബോണ്ടിലുള്ള ഇലക്ട്രോൺ ആണ് പോകുന്നത് എന്നാണ് അതിന്റെ മീനിങ്. ഇവിടെ പൈ ബോണ്ടിൽ നിന്നാണ് ആരോ സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ അർത്ഥം പൈ ബോണ്ടിലുള്ള ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ലോൺ പെയറിൽ നിന്നാണ് ആരോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ അർത്ഥം ലോൺ പെയറിലുള്ള ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നെഗറ്റീവ് ചാർജ് ആയ ലോൺ പെയറിൽ നിന്നാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പൊ ഇവിടെ ബോണ്ടിൽ നിന്ന് മൂവ് ചെയ്തത് കൊണ്ട് ആ സിഗ്മ ബോണ്ടിലുള്ള ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ പൈ ബോണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് പൈ ബോണ്ടിലുള്ള ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്, റൈറ്റ്? റൈറ്റ്. ഇതാണ് ന്യൂക്ലിയോഫൈലിന്റെ ഒരു എൻറ്റയർ പിക്ചർ, റൈറ്റ്? ഇനി നിങ്ങൾ മറക്കില്ലല്ലോ, ഓക്കെ, റൈറ്റ്? അപ്പൊ ഇത്രേ കൺസെപ്റ്റ് ഉള്ളൂ, അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഒരു ആനയോൺ കാണുന്ന സമയത്ത് അത് ഇലക്ട്രോൺ റിച്ച് സൈറ്റ് ആണ്. ന്യൂട്രൽ മോളിക്യൂൾ നിങ്ങൾക്ക് അറിയാം, ഓക്സിജനും നൈട്രജനും, ഓക്സിജൻ ഫാമിലി നൈട്രജൻ ഫാമിലിയാണ് ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളവർ. പിന്നെ ഹാലജൻ ഉണ്ട്, ഹാലജനിലും ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്, പക്ഷെ അത് റെയർ ആയിട്ട് അത് റിയാക്ഷനിലൊക്കെ വരുള്ളൂ. ഓക്കെ, in general case oxygen family and nitrogen family are the well known example having lone pair electron, right? പിന്നെ പൈ ബോണ്ട്. ഓക്കെ, ഇനി ഇലക്ട്രോഫൈൽ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണ്. ജനറലി ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് E+. ഓക്കെ, അപ്പൊ എന്താ വെച്ചാല് ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കുറവ്, പോസിറ്റീവ് ചാർജുള്ള കാറ്റിയോണുകൾ അതിന് വെൽ നോൺ എക്സാമ്പിൾ ആണ്. നമുക്കറിയുന്ന കാർബൺ അനലോഗ് ആണ് കാർബോ കാറ്റിയോൺ. ആനിയോൺ അനലോഗ്, കാർബണിന്റെ അനലോഗ് ആണ് കാർബാനിയോൺ, അല്ലെ? അപ്പൊ കാർബോ കാറ്റോൺ ഈസ് ദ വെൽ നോൺ എക്സാമ്പിൾ ഫോർ ഇലക്ട്രോഫൈൽ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ആരോ എൻഡ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും. ന്യൂക്ലിയോഫൈലിൽ നിന്ന് ആരോ സ്റ്റാർട്ട് ചെയ്യും, ഇലക്ട്രോഫൈലിൽ അല്ലെ ഇലക്ട്രോഫിലിക് സെന്ററിൽ ആരോന്റെ ഹെഡ് വന്ന് കണ്ടോ, ഇവിടെ ഒരു കാർബോ കാറ്റോൺ ഉണ്ട്, ഇറ്റ് ഈസ് എ സെക്കൻഡറി കാർബോ കാറ്റോൺ. എവിടെ നിന്നോ ആരോ വന്നു, പക്ഷെ എവിടെ അവസാനിച്ചു? കാർബോ കാറ്റോൺ സെന്ററിൽ വന്ന് അവസാനിച്ചു, റൈറ്റ്? ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്, റൈറ്റ്? കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വളരെ രസകരമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇവിടെ ഓക്സിജൻ ഉള്ളത് കൊണ്ട് അത് ലോൺ പെയർ ഉണ്ടാവില്ലേ? അപ്പൊ അതിന് ന്യൂക്ലിയോഫിലിക് സെന്റർ ആയിട്ട് ആക്ട് ചെയ്തൂടെ? ഓക്കെ, അതിന് ന്യൂക്ലിയോഫിലിക് സെന്റർ ആയിട്ട് ആക്ട് ചെയ്യാം. ഇനി ഇതൊരു പോളാർ ബോണ്ടാണ്. ഡെൽറ്റ പ്ലസ് കാർബണും ഡെൽറ്റ നിങ്ങൾ +1 +2 പഠിച്ചതാണ് പോളാർ ബോണ്ടുകൾ, അല്ലെ? അതായത് 2 സ്പീഷീസ് തമ്മിലുള്ള ബോണ്ടിൽ ഒരു പാർട്ട്ണറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലും മറ്റേ പാർട്ട്ണറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുമാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബോണ്ടിന്റെ സ്ട്രെങ്ത് ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇവിടെ ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്, അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആ പൈ ബോണ്ടിലുള്ള ഇലക്ട്രോണ് കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, റൈറ്റ്? അതുകൊണ്ടാണ് ഇതിന്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ പൈ ബോണ്ടിലുള്ള ഇലക്ട്രോൺ കൂടുതൽ ഓക്സിജന്റെ അടുത്തേക്ക് വന്ന സമയത്ത് അയാൾക്ക് കുറച്ച് ഇലക്ട്രോൺ കിട്ടിയ എഫക്ട്. അപ്പൊ അത് കംപ്ലീറ്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ഇയാൾക്ക് കുറച്ച് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഒരു എഫക്ട്, അതുകൊണ്ട് അവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. അപ്പൊ പറഞ്ഞു വന്നത് കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. നമുക്കറിയാം ഒരുപാട് കാർബണിൽ ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെ? എന്തൊക്കെ ഉണ്ട്? ആൽഡിഹൈഡ് ഉണ്ട്, കീറ്റോൺ ഉണ്ട്, കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, എസ്റ്ററുകൾ ഉണ്ട്, എൻഹൈഡ്രേറ്റുകൾ ഉണ്ട്, അമൈഡ് ഉണ്ട്.
It's a beautiful functioning group in organic chemistry, wonderful functioning group in organic chemistry, having n number of reactions, n number of carbonyl chemistry എന്ന് തന്നെ പ്രത്യേക ചാപ്റ്ററുകൾ ഉണ്ട്. കാർബണിൽ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് തന്നെ ഡിഫറെന്റ് ചാപ്റ്ററുകൾ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനുണ്ട്. കാരണം n നമ്പർ ഓഫ് റിയാക്ഷൻ ആണ് ഈ ഫംഗ്ഷൻ ഗ്രൂപ്പ് കാണിക്കുന്നത്. കണ്ടൻസേഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിയാക്ഷൻ ഇയാൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഇതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. അപ്പൊ ഇവിടെ ഈ ഒരു ഡെൽറ്റ പ്ലസ് ചാർജ് വരുന്നത് കൊണ്ട് ഈ കാർബൺ സെന്റർ കാൻ ആക്ട് ആസ് ഇലക്ട്രോഫിലിക് സെന്റർ. വൈ? ബിക്കോസ് ഹാവിംഗ് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി. അതുകൊണ്ട് നിങ്ങൾ കാർബണിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് നടത്തുന്ന ഒരുവിധം റിയാക്ഷനില് ന്യൂക്ലിയോഫൈൽ വന്ന് ഇവിടാണ് അറ്റാക്ക് ചെയ്യുക. അപ്പൊ സപ്പോസ് ഇതൊരു ന്യൂക്ലിയോഫൈൽ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പ്ലസ് ടൂല് നിങ്ങൾ കാർബണിൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡിലൊക്കെ നിങ്ങൾ ഗ്രിഗനാർഡ് റിയേജന്റ് ഉപയോഗിച്ചിട്ടുള്ള റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾ പഠിച്ചത്? ആൽഡിഹൈഡുമായിട്ട് ഗ്രിഗനാർഡ് റിയേജന്റ് ട്രീറ്റ് ചെയ്താൽ യു വിൽ എൻഡ് വിത്ത് പ്രൈമറി ആൽക്കഹോൾ. കീറ്റോണുമായിട്ട് നിങ്ങൾ ഗ്രിഗനാർഡ് റിയേജന്റ് ട്രീറ്റ് ചെയ്താൽ യു വിൽ എൻഡ് വിത്ത് സെക്കൻഡറി ആൽക്കഹോൾ. നിങ്ങൾ അത് ബൈ ഹാർട്ട് ചെയ്തിട്ടായിരിക്കും, പലരും കാണാൻ പാട് പഠിച്ചതായിരിക്കും. അതിനൊരു മെക്കാനിസ്റ്റിക് മോഡൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറന്നുമില്ല. അവിടെ അത്രേ പറയാനുള്ളൂ. ഇതൊരു കീറ്റോൺ ആണെന്ന് വിചാരിച്ചോ, ഏത് CH3CO, നമ്മുടെ അസറ്റോൺ. അതിലോട്ട് ഞാൻ ഗ്രിഗനാർഡ് റിയേജന്റ് ട്രീറ്റ് ചെയ്തു, CH3MgBr. നിങ്ങൾക്ക് അറിയാം ഗ്രിഗനാർഡ് റിയേജന്റിൽ CH3- ആണ് ന്യൂക്ലിയോഫൈൽ അല്ലെ? ഗ്രിഗനാർഡ് റിയേജന്റ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ കാർബാനിയോൺ ഉണ്ടാകാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? അതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ന്യൂക്ലിയോഫൈൽ ഐഡന്റിഫൈ ചെയ്തു. ആരാണ് ന്യൂക്ലിയോഫൈൽ? CH3 ആണ്. ആ CH3 ന്യൂക്ലിയോഫൈലിൽ നിന്ന് ഇലക്ട്രോഫൈൽ ആയ കാർബണിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു പുതിയ ബോണ്ട് വരും അല്ലെ? അപ്പൊ ഇയാളുടെ ബാലൻസ് എക്സീഡ് ചെയ്യുന്നത് ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ചുരുക്കി പറയാണ്, ഇവിടെ ഒരു CH3 വരും. അങ്ങനെ ഇവിടെ പ്രോട്ടോണേഷൻ നടന്നത് ആൽക്കഹോൾ ആവും. ഓക്കെ, അപ്പൊ മെക്കാനിസം വളരെ സിമ്പിൾ ആണ്. ഈ കൺസെപ്റ്റ് അറിയെങ്കിൽ, ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോഫൈൽ ഇന്ററാക്ഷനും ഇലക്ട്രോണിക് മൂവ്മെന്റും അറിയെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ.